എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഇവിടെ എന്താണ് ജനങ്ങൾ സമരം നടത്തുമ്പോൾ ജനങ്ങളുടെ സമരത്തെ അടിച്ചമർത്താനാണ് പോലീസിന്റെ താല്പര്യം. ഫ്രഷ് കട്ടിന്റെ വിഷയം ഉന്നയിച്ചു, അത് നിയമസഭയിൽ ഉന്നയിച്ചു UDF. ഫ്രഷ് കട്ടിന്റെ വിഷയത്തിൽ മാലിന്യം ഉണ്ടാക്കുന്ന ആ പ്രദേശത്ത് അത് അടച്ചുപൂട്ടേണ്ടതിന് പകരം, ഞങ്ങളൊന്നും കമ്പനികൾ അടച്ചുപൂട്ടണമെന്ന് പറയുന്നവരല്ല, പക്ഷെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ, 14,000 കുടുംബങ്ങൾക്ക് ജീവിക്കണ്ടേ, എന്നിട്ട് അവിടെ അത് തുറന്നു വെച്ചേ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ UDF വരുമ്പോൾ അതിനൊക്കെ തീരുമാനം ഉണ്ടാവും. പിന്നെ ആ പാവങ്ങൾക്കെതിരായി എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ UDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാ കേസുകളും പിൻവലിക്കും. ഒരു സംശയവും വേണ്ട, അതെല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രി, അങ്ങ് ഇന്ന് അനന്തപുരിയിൽ അധികാരമേൽക്കുമ്പോൾ എന്റെ നാട്ടില് 4,000-ഓളം ജനങ്ങളുടെ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയുണ്ട് അങ്ങയുടെ വിജയത്തിനായി. കാരണം ഞങ്ങൾ ഫ്രഷ് കട്ട് എന്ന മഹാദുരന്തത്തിനെതിരെ 6 വർഷമായി ഞങ്ങൾ നടത്തിവരുന്ന ജനകീയ സമരം, ആ സമരത്തെ വർഗീയ സമരമെന്നും തീവ്രവാദികളെന്നും മുദ്രകുത്തി ഇല്ലാ കേസുകൾ ഉണ്ടാക്കി ജയിലിലടച്ചു. ഇന്നും ഞങ്ങൾ ആ ഫ്രഷ് കട്ടിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അങ്ങ് ഞങ്ങൾക്കൊരു വാക്ക് തന്നു, അധികാരത്തിലെത്തിയാൽ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടുമെന്നും ഈ കള്ളക്കേസുകളൊക്കെ ഒഴിവാക്കുമെന്നും. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അങ്ങയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് സാർ. തീർച്ചയായും അങ്ങേക്ക് ഈ നാടിന്റെ 4,000-ഓളം ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും.